എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. നക്ഷത്രങ്ങളെ ഗണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്: മനുഷ്യഗണം, അസുരഗണം, ദേവഗണം. ഈ ഗണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും പൊതുവായ ചില സ്വഭാവ സവിശേഷതകൾ ഉള്ളതായി കാണപ്പെടുന്നുണ്ട്. നമ്മളിന്ന് അസുരഗണക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അസുരഗണത്തിൽപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സുസ്വാഗതം. അസുരഗണം എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിൽ വരുന്ന നക്ഷത്രങ്ങളിൽ കാർത്തിക, ആയില്യം, മകം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം എന്നീ പറയുന്ന നക്ഷത്രങ്ങളാണ് ഈ ഗ്രൂപ്പിൽ വരുന്ന നക്ഷത്രങ്ങൾ. പൊതുവെ അസുരഗണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്തയുണ്ട് ദേവാസുര യുദ്ധത്തെക്കുറിച്ചും അസുരന്മാരുടെ പരാക്രമങ്ങളെക്കുറിച്ചും അവരുടെ പരാജയങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള കഥകൾ എല്ലാ പേരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ഈ പറഞ്ഞ ചില സ്വഭാവ സവിശേഷതകളൊക്കെ അസുരഗണത്തിൽപ്പെട്ടവരുടെ ജീവിതത്തിലുടനീളം പ്രതിഫലിക്കുന്നതുമാണ്. എന്നിരുന്നാലും അവർ ഈ പറയുന്ന പോലെ ക്രൂരമായ മനസ്സിൻ്റെ ഉടമകളോ അങ്ങനെ ആർക്കെങ്കിലും ദ്രോഹം ചെയ്യണമെന്ന് യാതൊരു ചിന്താഗതിയോ ഉള്ളവരല്ല എന്നുള്ളതാണ് വസ്തുത. ആ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത്. അസുരഗണക്കാർ ക്ഷിപ്രകോപികളും ക്ഷിപ്രപ്രസാദികളുമാണ്. ഇവർക്ക് പെട്ടെന്ന് കോപമുണ്ടാകും, അതേപോലെ തന്നെ ശാന്തരാകുകയും ചെയ്യുമെന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ഇവർ ആത്മാഭിമാനികളും ദൃഢനിശ്ചയമുള്ളവരും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെ തുറന്നു പറയാൻ ഒരു മടിയില്ലാത്തവരുമായതുകൊണ്ട് തന്നെ തനിക്കിഷ്ടമല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം കണ്ടാൽ അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും അഭിപ്രായമായി പ്രകടിപ്പിച്ചാൽ അവർ അതിനെതിരെ പ്രതികരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവർ ക്ഷിപ്രകോപികളായി നമുക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇവർ അനാവശ്യമായൊരു കാര്യത്തിന് വേണ്ടിയാണ് ഈ കോപം പ്രകടിപ്പിച്ചത് എങ്കിൽ പിന്നീട് അതോർത്ത് പശ്ചാത്തപിക്കുന്ന അത്രയ്ക്ക് ലളിതമായ മനസ്സിൻ്റെ ഉടമകൾ കൂടിയാണ് എന്നുള്ളതാണ് ഒരു സത്യം. പക്ഷേ അത് പലർക്കും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് തന്നെ ഇവരെ പലരും തൻ്റെയടികളെന്നും തൻ്റെയടികളെന്നും അഹങ്കാരികളെന്നും ആത്മാഭിമാനം അല്പം കൂടിയ ഈഗോ ഉള്ളവരെന്നും ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. സത്യത്തിൽ ഇവർക്ക് അല്പം ഈഗോ ഇവർക്ക് ഉണ്ടെങ്കിൽ പോലും ഇവർ മനുഷ്യസ്നേഹികളാണ്. ഒരു തെറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നവരാണ്. അങ്ങനെ കുറേ ഗുണസവിശേഷതകളുള്ള നക്ഷത്രം കൂടിയാണ് അസുരഗണത്തിൽപ്പെടുന്ന നക്ഷത്രക്കാർ. ഇവർക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യുന്നതിനും മടിയില്ലാത്തവരാണ്. ഇവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, ഇവർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും ഇവർ പരമാവധി അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നത് തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ ഇവർക്ക് ആരോടെങ്കിലും വൈരാഗ്യമോ ഇഷ്ടക്കേടോ തോന്നിയാൽ അത് പ്രകടിപ്പിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്തവരുമാണ് അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാർ എന്നുള്ളതാണ് ഒരു സത്യം. ഇവർക്ക് ആരോടെങ്കിലും പിണക്കം തോന്നിയാൽ ഒരുപക്ഷെ അത് ജീവിതത്തിലുടനീളം കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവ സവിശേഷത കൂടി ഇവർക്കുണ്ട്. ഇവരുടെ പിണക്കം പെട്ടെന്ന് വിട്ടുമാറുകയില്ല. മറ്റുള്ള നക്ഷത്ര ഗ്രൂപ്പിൽപ്പെട്ടവരെ പോലെ നയപരമായ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിനും പിണങ്ങിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനൊക്കെ ഉള്ള കഴിവ് ഇവർക്ക് കുറവാണ്. കാരണം ഇവർ ഈ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നവരായതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ക്ഷിപ്രകോപികളെന്നും ക്ഷിപ്രപ്രസാദികളെന്നും പറയുന്നത്.
ഇവരുടെ ജീവിതത്തിലുടനീളം കഠിനമായ പ്രയത്നവും ആ പ്രയത്നത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പുരോഗതിയുമാണ് ദൃശ്യമായി കാണുന്നത്. ഇവരുടെ ബാല്യകൗമാര കാലഘട്ടങ്ങളിലൊക്കെ ഇവർ പലവിധ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഗ്രഹത്തിലേക്ക് ആനുപാതികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എങ്കിലും ഏകദേശം 70% പേരുടെ കാര്യത്തിൽ ഈ പറയുന്ന ഫലങ്ങളൊക്കെ തന്നെ ആയിരിക്കും പൊതുവെ പ്രതിഫലിച്ച് കാണുന്നത്. നേരെ മറിച്ച് ജന്മം കൊണ്ട് തന്നെ അനുഗ്രഹീതരായി ജനിക്കുന്നവരുണ്ട്. സാമ്പത്തികമായും സാമൂഹികമായും ഉയർന്ന നിലപാടിൽ ജനിച്ച് ക്ലേശങ്ങളൊന്നും അനുഭവിക്കാതെ ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കയറിപ്പോകുന്ന നക്ഷത്രക്കാരും ഈ ഗ്രൂപ്പിലുണ്ട്. അത് വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടുതൽ പേരും പലതരം ക്ലേശങ്ങളൊക്കെ അനുഭവിച്ച് പല പരിവർത്തനങ്ങളിലൂടെ ഒടുവിൽ ഉയർന്ന നിലവാരത്തിലെത്തിച്ചേരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇവർ കഠിനാധ്വാനികളും ചെയ്യുന്ന കർമ്മങ്ങളോട് കൂറ് പുലർത്തുന്നവരും സത്യസന്ധരുമായതിനാൽ ഏത് കർമ്മമേഖലയിലും ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത. എങ്കിലും നമ്മൾ കേട്ടിട്ടുള്ള ദേവാസുര കഥകളിലൊക്കെ അസുരന്മാർ വർഷങ്ങളോളം തപസ് അനുഷ്ഠിച്ച് ദേവനെ പ്രത്യക്ഷപ്പെടുത്തി വരം നേടി ഒടുവിൽ അവരുടെ കഠിനമായ പ്രയത്നം അവർക്ക് തന്നെ പാരയായി തീരുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്ന് പറയുന്നത് പോലെ തന്നെ കഠിനമായ പ്രയത്നം കൊണ്ട് പലപ്പോഴും പറയത്തക്ക പ്രയോജനം ലഭിക്കാത്ത നക്ഷത്രക്കാർ കൂടിയാണ് അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാർ എന്നുള്ളതാണ് ഒരു വസ്തുത. അങ്ങനെ കഠിനമായ പ്രയത്നത്തിലൂടെ പോലും തങ്ങൾക്ക് ആഗ്രഹിച്ച അല്ലെങ്കിൽ അർഹിച്ച അംഗീകാരം ലഭിക്കാത്തതിൻ്റെ പേരിൽ നിരാശരായി കാണപ്പെടുന്ന ഒരുപാട് പേർ അസുരഗണത്തിൽപ്പെട്ടവരായിട്ടുണ്ട്. തങ്ങളുടെ നാളിൽ നിന്ന് പോലും പ്രയത്നം ചെയ്യാതെ തങ്ങളേക്കാൾ ഉയരങ്ങളിലേക്ക് മറ്റുള്ളവർ കയറിപ്പോകുമ്പോൾ തീർച്ചയായും ഇവരിൽ ഒരു നിരാശാബോധം ഉണ്ടാകുന്നതായിരിക്കും. എന്നിരുന്നാലും ഇവർ തളർന്നു പോകുന്നവരല്ല. ഇവർ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പരിശ്രമിക്കുന്നവരായിട്ടാണ് കാണുന്നത്. ഒരു പരിധി വരെ അതിൽ അവർ വിജയിക്കുകയും ചെയ്യുന്നതാണ്. ഇവർക്ക് കഠിനാധ്വാനികളും ചെയ്യുന്ന കർമ്മങ്ങളോട് 100% കൂറ് പുലർത്താൻ ശ്രമിക്കുന്നവരുമായതുകൊണ്ട് തന്നെ ഔദ്യോഗിക മേഖലയിലായാലും ബിസിനസ് രംഗത്തായാലും കലാമേഖലയിലായാലും ഇവരെ പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരും അവരുടേതായ ഒരു കയ്യൊപ്പ് ചാർത്താൻ കഴിയുന്നവരുമായിട്ടാണ് കാണപ്പെടുന്നത്. എന്നിരുന്നാലും ഇവർ ജീവിതത്തിൽ പൂർണ്ണ തൃപ്തരായിരിക്കുകയില്ല. അതിന് പലവിധ കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഒന്നാമത് ഇവർക്ക് എല്ലാത്തിനോടും യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരും. കുടുംബത്തിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഔദ്യോഗിക രംഗത്താണെങ്കിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവരുടെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അവർ തുറന്നു പറയുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ബന്ധുജനങ്ങളും അടുത്ത മിത്രങ്ങളും ഒക്കെ ശത്രുക്കളായി തീരാറുണ്ട്. ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ നാനാതുറകളിൽപ്പെട്ടവർ ഉണ്ടാകാമെങ്കിൽ പോലും കൂടെ നിൽക്കുന്നവരിൽ നിന്ന് പോലും പലപ്പോഴും ചതിക്കപ്പെടുന്നൊരു അവസ്ഥയിൽ ഇവർ എത്തിച്ചേരാറുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. പക്ഷേ അവർ അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും വളരെയേറെ വൈകിയിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള നിരാശകൾ ഇവരുടെ ജീവിതത്തിൽ ഉടനീളം കാണപ്പെടുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇവർ ബാല്യകാലത്ത് കുറേ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഇവർ ജീവിതത്തിൽ ഉയർന്ന മേഖലയിൽ എത്തിച്ചേരാറുണ്ട്. ചിലർ വളരെയേറെ ഉയർന്ന തലത്തിൽ എത്തിച്ചേരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. നേരെ മറിച്ച് വളരെ അപൂർവം പേർക്ക് കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങൾ ലഭിക്കാതെ നിരാശരായി കഴിയുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. എന്തു തന്നെയായാലും ഇവരുടെ ജീവിതത്തിൽ നിരാശ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആത്മസംതൃപ്തി അധികം കണ്ടുവരാത്ത നക്ഷത്രക്കാരായിട്ടാണ് അസുരഗണക്കാരെ കാണപ്പെടുന്നത്. ഇവരുടെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് പൊതുവെ അത്ര സന്തോഷകരമായിരിക്കുകയില്ല. ഇവർ പ്രണയവിവാഹിതരായിട്ടൊക്കെയാണ് കൂടുതൽ കണ്ടുവരുന്നതെങ്കിലും പ്രണയവിവാഹത്തിൽ പോലും കാലക്രമേണ അസ്വാരസ്യങ്ങളുണ്ടാകുന്നതും ചിലപ്പോഴൊക്കെ അത് വിവാഹമോചനത്തിൽ വരെ എത്തിച്ചേരുന്നതുമാണ്.
ഇവർ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ജീവിതത്തോടു കൂടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നവരൊക്കെയാണ്. എങ്കിലും ഇവരുടെ മനസ്സിനിണങ്ങിയ ഒരു പങ്കാളിയാണ് ഇവർ കിട്ടുന്നതെങ്കിൽ ഇവർ സംതൃപ്തരായി മുമ്പോട്ട് പോകുന്നതായിരിക്കും. ഇവരെ അംഗീകരിക്കുകയും ഇവരോട് പറയുന്ന കാര്യങ്ങളെ എതിർക്കാതെ ക്ഷമയോടൊക്കെ മുമ്പോട്ട് പോകുന്ന ജീവിത പങ്കാളികളാണെങ്കിൽ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. നേരെ മറിച്ച് ഇവരുടെ സ്വതന്ത്രമായ അഭിപ്രായത്തിൽ കൈകടത്തുന്നവരാണ് ജീവിത പങ്കാളിയെങ്കിൽ ആകെ പ്രതിസന്ധിയും പ്രശ്നങ്ങളുമായി തീരുമെന്നുള്ളതാണ് വസ്തുത. ഇതൊക്കെയാണ് ഇവരുടെ പൊതുവായ ഫലങ്ങൾ. എങ്കിലും സ്ത്രീകൾക്ക് പ്രധാനമായിട്ട് ചില ഫലങ്ങൾ കൂടി പറയേണ്ടതായിട്ടുണ്ട്. അതായത് സ്ത്രീകൾ പൊതുവെ ഈശ്വരവിശ്വാസികളും ദൃഢനിശ്ചയമുള്ളവരും കഠിനാധ്വാനികളും ഔദ്യോഗിക രംഗത്തും കുടുംബകാര്യങ്ങളിൽ ശോഭിക്കുന്നവരാണ് ഒക്കെയാണെങ്കിലും വിവാഹ ജീവിതത്തിൽ ഇവർക്ക് പല പ്രതിസന്ധികളെയും നേരിടേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, അവരുടെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും ഭർത്താവിനോ ആ കുടുംബത്തിലുള്ളവർക്കോ ഒന്നും അത്ര സുഖകരമായി തോന്നിയെന്ന് വരില്ല. അതിൻ്റെ പരിണതഫലമായി പലതിനെയും നേരിടേണ്ടി വരും. ഇവർ പരമ്പരാഗത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, ഈശ്വരഭക്തരാണ്. അതോടൊപ്പം തന്നെ ഇവരെ സ്ത്രീ സമത്വവാദികളാണ്. അതായത് ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ചിന്താഗതിയിൽപ്പെട്ടവർ കുറേ പേർ ഈ ഗ്രൂപ്പിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും കുടുംബത്തിലും കുടുംബാന്തരീക്ഷത്തിലുമൊക്കെ പല തരത്തിലുള്ള പ്രതിസന്ധികളെയും ഇവർക്ക് നേരിടേണ്ടതായി വരുന്നതാണ്. അപ്രിയ സത്യങ്ങൾ തുറന്നു പറയുന്നവർ ഈ കൂട്ടത്തിലുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ജീവിതത്തിൽ പലതരം യുദ്ധങ്ങൾ, അതായത് പലതരം പ്രതിസന്ധികളിൽ പലരോടും യുദ്ധം ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു ചേരുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഇവരെക്കുറിച്ച് പറയാവുന്ന പൊതുവെയുള്ള ഫലങ്ങൾ. ഗ്രഹത്തിലേക്ക് ആനുപാതികമായി പലതരത്തിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടാകാമെങ്കിലും ഏകദേശം 70% പേരുടെ കാര്യത്തിന് ഇത്തരം ഫലങ്ങളൊക്കെയാണ് ഉണ്ടാകാവുന്നത്. അപ്പോൾ ഇവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളിൽ പോസിറ്റീവായിട്ട് പറയാവുന്ന ഇവരുടെ കാര്യം, ഇവരുടെ സത്യസന്ധത, ദൃഢനിശ്ചയം, സ്നേഹിക്കുന്നവരെ ആത്മാർത്ഥമായി സഹായിക്കാനുള്ള മാനസികമായ അവസ്ഥകൾ, ഒരുപക്ഷെ ഏതെങ്കിലും കാരണത്താൽ പരാജയം സംഭവിച്ചാൽ പോലും പിന്മാറാതെ വീണ്ടും മുമ്പോട്ട് കുതിക്കാനുള്ള ശ്രമം, ഇതൊക്കെ ഇവരുടെ ഗുണപരമായ കാര്യങ്ങളാണെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറയാവുന്നത് താൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം, മറ്റുള്ളവരെ അനുസരിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ അനുസരിപ്പിക്കാനുള്ള ഒരു പ്രയത്നം, സത്യം പറയുന്നത് കൂടാതെ അപ്രിയ സത്യങ്ങൾ കൂടി തുറന്നു പറയാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ, ഇവയൊക്കെയാണ് ഇവർക്ക് പലപ്പോഴും നെഗറ്റീവ് ഷെയ്ഡായി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറേയൊക്കെ ശ്രദ്ധിച്ചു പോയാൽ ജീവിതത്തിൽ കുറേ കൂടി പുരോഗതി കൈവരിച്ച് മുമ്പോട്ട് പോകാൻ അസുരഗണക്കാർക്ക് തീർച്ചയായും കഴിയുന്നതായിരിക്കും. ഒപ്പം ഗ്രഹനില പരിശോധിപ്പിച്ച് മുമ്പോട്ട് പോകുന്നതും നല്ലതായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഒപ്പം ഇത്തരം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ടതില്ല. സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.